എൻ്റെ പേര് ലിറ്റി. ഞാൻ തൃശ്ശൂർ ജില്ലയിലെ മുല്ലശ്ശേരിയിൽ നിന്നാണ് വരുന്നത്. ഞാൻ എൻ്റെ ജീവിത പങ്കാളിക്ക് വേണ്ടിയിട്ടാണ് സാക്ഷ്യം പറയുന്നത്. കൊറോണ കാലത്ത് ജോലി ഭയങ്കര ടെൻഷനായപ്പോൾ അവിടെ നിന്ന് റിസൈൻ ചെയ്ത് വന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ജോലിയൊന്നും ആയില്ല. അപ്പോൾ സ്വന്തമായിട്ടുള്ള ബിസിനസ് നടത്തുകയായിരുന്നു വിദേശത്ത്. അപ്പോൾ ഒരു നല്ലൊരു ജോലിക്ക് വേണ്ടിയിട്ട് അന്ന് തൊട്ട് ഞാൻ പ്രാർത്ഥിക്കുകയായിരുന്നു. ഇതുവരെ അതൊന്നും നടന്നില്ല. അപ്പോൾ ഞാൻ അത്ഭുതങ്ങളുടെ ജപമാല എല്ലാ ചൊവ്വാഴ്ചയും മുടങ്ങാറ് കാണാറുണ്ട്, മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കാറുണ്ട്. അപ്പോൾ ഞാൻ കഴിഞ്ഞ മാസം ഞാൻ അത്ഭുത ജപമാലയിൽ ഇരിക്കുമ്പോൾ കർത്താവിനോട് ഞാൻ പറഞ്ഞു, ഞാനിവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് എന്നതിനൊരു തെളിവ് നീ എനിക്ക് കാണിച്ചു തരണം, അല്ലെങ്കിൽ ഞാൻ ഇനി തൊട്ട് അത്ഭുത ജപമാലയിൽ ഇരിക്കില്ല. ഇത്രയും നാളും ഞാൻ നീ പറഞ്ഞതനുസരിച്ച് എല്ലാ പ്രാർത്ഥനയും എല്ലാം വിശുദ്ധ ബലിയായാലും കുടുംബ പ്രാർത്ഥനയിലും എല്ലാം ഞാൻ ചെയ്യാറുണ്ട്. എന്നിട്ട് എൻ്റെ കാര്യത്തിൽ നീ എന്തേ ഇടപെടാത്തതെന്ന് ഞാൻ ചോദിച്ച് അത്രയ്ക്കും വിഷമത്തിൽ ഞാൻ ഇരിക്കുകയായിരുന്നു. അതിൽ അച്ഛൻ വിളിച്ചു പറഞ്ഞു, മുല്ലശ്ശേരിയിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നു എന്ന്. അപ്പോൾ ഞാൻ പൊട്ടിക്കരഞ്ഞു. ദൈവമേ, ഞാൻ അങ്ങനെ ചോദിക്കാൻ പാടില്ലായിരുന്നല്ലോ. എന്നാലും ഞാൻ പെട്ടെന്ന് എൻ്റെ മനസ്സിലത്തെ വിഷമം കൊണ്ട് ചോദിച്ചതാന്ന് പറഞ്ഞു. പിന്നത്തെ ചൊവ്വാഴ്ചയിൽ അച്ഛൻ വിളിച്ചു പറഞ്ഞു, ലിറ്റി എന്ന മകളോട് കർത്താവ് സാക്ഷ്യം പറയാനായിട്ടാണ് പറയുന്നതെന്ന് പറഞ്ഞു. പിന്നത്തെ ആഴ്ചയിലും പറഞ്ഞു, കിട്ടിയ അനുഗ്രഹങ്ങൾക്ക് സാക്ഷ്യം പറയാനാണ് പറയുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്താണ് ആൾക്ക് ഒരു ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ, പിന്നെ ഒന്നും അറിഞ്ഞിട്ടില്ല സംഭവം. അപ്പം ഞാൻ അപ്പോൾ തന്നെ ഇന്നൊക്കെയുള്ളത് ഞാൻ ബുക്ക് ചെയ്തു. അപ്പം ഞാൻ കർത്താവിനോട് പറഞ്ഞു, 21-ാം തീയതി ഞാൻ വരുമ്പോഴേക്കും എൻ്റെ ജീവിത പങ്കാളിക്ക് നല്ലൊരു ജോലി ലഭിക്കുകയാണെങ്കിൽ ഞാൻ സാക്ഷ്യം പറയാം, അല്ലാണ്ട് ഞാൻ എന്താ സാക്ഷ്യം പറയാമെന്ന്. അപ്പോൾ പിന്നത്തെ ചൊവ്വാഴ്ച അച്ഛൻ വിളിച്ചു പറഞ്ഞു, റോയി എന്ന മകനോട് ശക്തമായി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ എൻ്റെ ജീവിത പങ്കാളിയോട് പറഞ്ഞു, റോയേട്ട നന്നായി ശക്തമായി പ്രാർത്ഥിച്ചോ, നമുക്ക് എന്തായാലും തമ്പുരാൻ വലിയൊരു അനുഗ്രഹം തരുന്നുണ്ടെന്ന്. ഈ വ്യാഴാഴ്ച ആൾക്ക് നല്ലൊരു കമ്പനിയിൽ ഓഫർ ലെറ്റർ കിട്ടി. അങ്ങനെ ദൈവം ഞങ്ങളെ അനുഗ്രഹിച്ചു. അതുപോലെ തന്നെ എൻ്റെ വലത്തെ ഷോൾഡർ ഭയങ്കര വേദനയായിരുന്നു. എൻ്റെ ഡോക്ടർമാരെ കാണിച്ചപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു 2 വീലർ ഓടിക്കായിരുന്നു, 2 വീലർ ഓടിക്കരുത്, പിന്നെ വേദനയുടെ മരുന്നാണ് തന്നിരുന്നത്. പിന്നെ അവസാനം പറഞ്ഞു MR സ്കാനിങ് ചെയ്തിട്ട് എന്താ നോക്കാമെന്നൊക്കെ. അപ്പം ഞാൻ ഈ ചൊവ്വാഴ്ച ഞാൻ കർത്താവിനോട് പ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, ഒന്നും എനിക്ക് ചെയ്യാൻ പറ്റില്ല, കുറച്ച് നേരം എന്തെങ്കിലും ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര വേദന എനിക്ക് കൈ. രാത്രി കിടക്കുമ്പോഴൊക്കെ 2 പില്ലോടെ മുകളിൽ കൈ കയറ്റിച്ചിട്ട് വേണം കിടക്കാനായിട്ട്, അത്രയും വേദനയായിരുന്നു. അപ്പം അച്ഛൻ ഈ ചൊവ്വാഴ്ച വിളിച്ചു പറഞ്ഞു, വലത്തെ ഷോൾഡറിന് വേദനയുള്ള ഒരു മകൾക്ക് കർത്താവ് സൗഖ്യം തരുന്നുണ്ട്, ആ മകൾ നന്നായി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അപ്പം ഞാൻ വിശ്വസിച്ചു അതെനിക്ക് തന്നെയാകുന്നതെന്ന്. പക്ഷേ എനിക്കിപ്പോൾ യാതൊരു കുഴപ്പമില്ല, എല്ലാം സുഖമായി, കൈയൊക്കെ പൊന്തിക്കാൻ പറ്റി. പക്ഷേ ഈ കൈ പൊന്തിക്കുമ്പോൾ എനിക്ക് ഈ കൈയിൻ്റെ സപ്പോർട്ട് വേണമായിരുന്നു പൊന്തിക്കാനായിട്ട്, പിടിച്ചു നിർത്താനായിട്ട്. പക്ഷേ അന്ന് തൊട്ടിട്ട് ഞാൻ കൈ നന്നായി പൊന്തിച്ച്, ഇന്നും അതെ കൈ നന്നായി പൊന്തിച്ച്, എനിക്ക് യാതൊരു കുഴപ്പമില്ല. ഇത്രയും വലിയ അനുഗ്രഹം തന്ന ഈശോയ്ക്ക് കോടാനുകോടി നന്ദി പറയുന്നു. കൈകളടിച്ച് നമുക്ക് കർത്താവിനോട് നന്ദി പറയാം. അത്ഭുത ജപമാല ശുശ്രൂഷയിൽ പലപ്പോഴായി ഈശോ പേര് ചൊല്ലി വിളിക്കുകയും അതുപോലെ തന്നെ സ്ഥലപ്പേരും വ്യക്തിയുടെ പേരും ജീവിത പങ്കാളിയുടെ പേരും എല്ലാം പലപ്പോഴായി ഈശോ വെളിപ്പെടുത്തുകയും അങ്ങനെ ജോലി സംബന്ധമായുണ്ടായിരുന്ന വലിയൊരു പ്രതിസന്ധി എടുത്തു മാറ്റുകയും ഒപ്പം രോഗപീഠയിൽ നിന്നും സൗഖ്യം നൽകുകയും ചെയ്തതിൻ്റെ സാക്ഷ്യമാണ് നമ്മൾ കേട്ടത്. ഈശോയ്ക്ക് നന്ദി പറയാം.